ഹലോ ഗൈസ്, അങ്ങനെ മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും ഡിവോഴ്സ്ഡ് ആവുന്നു എന്ന വാർത്ത വന്ന് ഗൈസ്. പല ആളുകളും ഇത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പല ആളുകളും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇതിപ്പോൾ എത്രാമത്തെ ഡിവോഴ്സാണ് ഇവർ നടക്കാൻ പോകുന്നത്, ഇത് ഡ്രാമയാണ്, ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടി രണ്ടുപേരും. ഇപ്പോൾ തുടക്കത്തിൽ മല്ലു ഫാമിലിയുള്ള യൂട്യൂബ് ചാനൽ ഇവരുണ്ടായിരുന്നു, പിന്നെ സുജിൻ്റേതായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ, പൊന്നൂസിൻ്റെതായ യൂട്യൂബ് ചാനൽ അല്ലേ, അവർ തമ്മിൽ സ്പ്ലിറ്റ് ആവാൻ പോവാണ്, സെപ്പറേറ്റ് ആവാൻ പോവാണ്, ഡിവോഴ്സിൻ്റെ വക്കിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ളൊരു വൈബ് ഉണ്ടാക്കിയിട്ട് ഇവർ വീഡിയോസിന് നല്ല വ്യൂസ് കിട്ടി, രണ്ട് പേരുടെ ചാനലായിട്ട് ക്ലിക്കാക്കി എടുത്തു അല്ലേ. അപ്പോൾ ഇതും അങ്ങനെയുള്ള ഒരു അംഗമായിരിക്കും എന്നുള്ളതാണ് ഭൂരിഭാഗം പേര് കമൻറ്റ് ചെയ്യുന്നത് കേസ്. പക്ഷെ എന്നാലും അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്: അയ്യോ, ഇത് വളരെ ഞെട്ടലോട് കൂടിയാണ്, വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ വളരെ എന്താ പറയുക, വളരെ ധൈര്യം കാണിച്ചിട്ട് ഒരുമിച്ച് ജീവിച്ചുള്ള ആളുകളാണ്, കല്യാണം കഴിച്ച ആളുകളാണ്. പക്ഷേ ഞങ്ങളൊക്കെ നിരാശരാക്കിയിട്ട് നിങ്ങൾ രണ്ട് വഴിക്ക് പോവുകയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ ചങ്കാണ്, മുത്താണ്, ഇൻസ്പിറേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത്. എന്താണ് ഇവർ ഡിവോഴ്സ്ഡ് ആവാനുള്ള കാരണം? സംഗതി സത്യമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഗതി എന്നാണ് ഇതിലെ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുജിനും പൊന്നൂസും, ആ പൊന്നൂസിൻ്റെ പേര് നിത, മറ്റവൻ്റെ പേര് സുജിത്ത്, വലിയ ഫാമിലിയിലെ കെട്ടുക. അപ്പോൾ ഇവരുടെ എന്താ അവസ്ഥ വെച്ചാൽ, ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ വളരെ ചെറിയ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഓട്ടോ ഓടിക്കണ ഒരുത്തനായിരുന്നു സുജിനിലെ. അവരങ്ങനെ കല്യാണം കഴിച്ചാണ്. അത് അവർ ഒന്നുമില്ലായ്മ എന്ന് കയറി വന്നുള്ള രണ്ടാളുകളാണ് സുജിനും പൊന്നൂസ്. അവർ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ക്ലിക്കാക്കി ഒരുപാട് കൊണ്ടുവന്ന് അങ്ങനെ, പിന്നെ അവർ ഒരുപാട് വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഫേക്കായിട്ടുള്ള കുറേ കഥകളൊക്കെ, നെറേറ്റീവ്സൊക്കെ കൊണ്ടുവന്ന് അവരുടെ ചാനലിലിട്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ ഹേറ്റഡ് വന്നിട്ടുണ്ടായിരുന്നു, ഇവർ കള്ളത്തരം കാണിക്കാണ് ഇവരെ വീഡിയോസിലൂടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും അവർ യൂട്യൂബ് ചാനലിൽ വ്യൂസൊക്കെ കണ്ടിട്ട് അവരുടെ ഫാൻസായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയിലാണ് എന്ത് സംഭവിച്ചു, ഇവർക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത കളിച്ചൊരു കളിയായിരുന്നു. പൊന്നൂസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയ ടൈമിൽ അവൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ മാറി നിന്ന് താമസിക്കുന്ന സമയത്ത് ഇവരൊരു വൈബ് ഉണ്ടാക്കി, ഇവർ തമ്മിൽ എന്തോ പ്രശ്നമാണ്, ഇവർ സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്, സെപ്പറേറ്റഡ് ആവാൻ പോവുകയാണ് എന്നുള്ള സംഗതി. അപ്പോൾ പൊന്നൂസ് എന്ത് ചെയ്തു, വേറൊരു ചാനൽ തുടങ്ങി. അതിൻ്റെ ഇടയിലാണ് സുജിൻ്റെ പെങ്ങളുടെ കല്യാണമൊക്കെ നടന്നതില്ലേ, ആ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായത് ഏകദേശം ആ ടൈമിൽ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, രണ്ട് പേരുടെ ചാനലിലും അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായി, ഒരുപാട് കാശ് ഇവരുണ്ടാക്കി. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ, പല ആളുകൾ ഇവരുടെ യൂട്യൂബ് ചാനലിലുള്ള ഒരു വിശ്വാസം, ആ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ജപ പറഞ്ഞിട്ട് നല്ല രീതിയിൽ തൊള്ളപ്പൊട്ടടിക്കാൻ കൽപ്പുള്ള ഒരുത്തരാണ് സുജി. പൊന്നൂസ് മോശമൊന്നുമല്ല. അപ്പോൾ രണ്ടുപേരും അങ്ങനെ അവരുടെ ചാനൽ നല്ല രീതിയിൽ ക്ലിക്കാക്കി എടുത്തു, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെ സുജിനും പൊന്നൂസും പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ. അതായത് സുജിന് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ സെപ്പറേറ്റഡ് കുറേ കാലമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ്, കുറേ മാസങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഞങ്ങൾ എന്തായാലും മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരുമിച്ചല്ല എന്നൊരു സംഗതി. ഇവർക്ക് ഒന്നോ രണ്ടോ കുട്ടികളുണ്ട് അല്ലേ, ചെറിയ കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ, സുജിൻ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നത് സുജിൻ്റെ അമ്മ അങ്ങനെ പറയുന്നുണ്ട്. സുജിൻ്റെ അമ്മയും നിത, പൊന്നൂസ് എന്ന് വിളിക്കുന്ന നിതയും കൂടിയുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ മകനെക്കുറിച്ച് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, അവൻ ഒരുപാട് ഉത്തരവാദിത്തമുള്ള മകനാണ്, അങ്ങനെയാണ്, പെങ്ങളുടെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടത്തി, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് നിത പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട്, ഇത് സുജിൻ പറഞ്ഞ അതേ കാര്യം തന്നെ, കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഒരുമിച്ചായിരിക്കില്ല, സമാധാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, വേഷം കെട്ടലുകൾക്കൊന്നും ഇനി വലിയ വരില്ല എന്നുള്ള രീതിയിലാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് രണ്ടുപേരും. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇവർ സമാധാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, സമാധാനത്തോടെ ജീവിക്കുന്ന സംഭവം ഇപ്പം എന്ത് സമാധാനമല്ലേ? ഇപ്പോൾ എനിക്കൊന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ കുറേ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുറേ വേഷം കെട്ടലുകളും കുറേ പരിപാടികളൊക്കെ. അപ്പോൾ ഒരു ലെവലിൽ അത്യാവശ്യം ഇവർ അത്യാവശ്യമല്ല, നല്ല രീതിയിൽ ഫിനാൻഷ്യലി സെറ്റായപ്പോൾ, ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് ഫിനാൻഷ്യലിലേക്ക് ഇവർ സെറ്റായിക്കുന്ന സമയത്ത് നല്ല ഫേവേഴ്സ് ആയ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, പിന്നീട് എന്താ വെച്ചാൽ, ഇവർക്ക് എല്ലാ മനുഷ്യരും ജീവിക്കണ പോലെ സമാധാനത്തോടെ ജീവിക്കണമെന്നും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു ഇമേജ് അല്ല റിയൽ ലൈഫ് എന്നുള്ളതൊക്കെ ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും വേഷം കെട്ടലുകൾക്കൊന്നും ഇനി താല്പര്യമില്ല, സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളൊരു വൈബ് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാ മനുഷ്യരുടെയും ഒരു അവസ്ഥ എങ്ങനെയാണ് തോന്നുന്നത് കേസ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പറയേണ്ട ഒരു കാര്യം,
ഹലോ ഗീസേ, അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളതെന്ന് വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒരു കരിയറായിട്ട് ഒരു ജോലിയായിട്ട് യൂട്യൂബ് ചാനലുകൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് പലർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം ഇതാണ്. അവർ ഞാൻ ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കണില്ല, പലർക്കും സംഭവിക്കുന്നത്. അതായത് നല്ല രീതിയിൽ റീച്ച് ആവണമെങ്കിൽ എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് സംഭവങ്ങളാണ് ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ പല സാധനങ്ങളും ഫേക്ക് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇവരത് ചെയ്തു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ ആളുകളെ അങ്ങനെ പ്രത്യേക രീതിയിലുള്ള തമ്പനയിൽ ഹുക്ക് ചെയ്യുന്ന തമ്പനയിൽ ക്യാപ്ഷൻസ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തമ്പനയിലുള്ളത് ക്യാപ്ഷനിലുള്ള കണ്ടൻറ്റ് എന്നാവില്ല, ചിലപ്പോൾ ഉള്ളിലുണ്ടായിരിക്കാം, കണ്ടൻറ്റായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ തെറിവിളി അങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കും. പിന്നെ പലപ്പോഴും നമുക്ക് ഇവർ പുറത്തൊക്കെ വീഡിയോസ് കാണുന്ന ആളുകൾ ഇങ്ങനെ വിചാരിക്കേണ്ടാവും എന്താ അവരുടെ ലൈഫ് എന്ത് ഹാപ്പിയാണ്, എന്ത് അടിപൊളിയാണ്, അങ്ങനെ ഇങ്ങനെ. പക്ഷേ അവരുടെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, വൃത്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം ആ യൂട്യൂബിൽ പൈസ കിട്ടുന്ന രീതിയിലേക്ക് ആ വീഡിയോ ഉണ്ടാക്കാൻ രീതിയിലായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അവർ വീട്ടിലിപ്പോൾ മല്ലു ഫാമിലിയുടെ തന്നെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കേസാണ് പറയണത്. അതായത് ഇപ്പോൾ അമ്മ, അനിയത്തി, കുട്ടി, അതേപോലെ തന്നെ ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഇവർ തമ്മിൽ എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള തെറ്റലും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോഴുള്ള സമയത്തായിരിക്കും ഇപ്പോൾ എല്ലാവരും ഫ്രീ ആവുണ്ടാവുക, നമുക്കൊരു വീഡിയോ എടുക്കാവുന്ന. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അപ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് അതാണ് പറയുന്നത്, നമ്മൾ കുറേ ചില സംഗതികൾ നടിക്കേണ്ടി വരും. ഇങ്ങനെ ഈ നടിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷനും അതേപോലെ അവരുടേതായ ഒരു സമയം കണ്ടെത്തുന്ന സാധനമുണ്ടല്ലോ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും മീ ടൈം എന്നൊരു സാധനമുണ്ട്. അതായത് വേണമല്ലോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം. അതേപോലെ തന്നെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ആ ഫാമിലി ടൈം എന്നൊരു സംഗതി വേണം. അത് റിലേഷൻഷിപ്പുകളുണ്ട്, ആ റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ളൊരു ടൈം വേണം. അതൊന്ന് ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്ക്രീൻ ടൈമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ടൈമിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരവസ്ഥ എന്ന് വെച്ചാൽ അത് ആ റിലേഷൻഷിപ്പിനൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇതൊക്കെയായിരിക്കും ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്കറിയില്ല, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല. മേ ബി ഇതൊക്കെ ആയിരിക്കും കാരണം. അപ്പോൾ അവർ അവരുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനൊരു ചോയ്സ് എടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തു എന്നുള്ളതിനെ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുക. അല്ലാണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ്, ഭാര്യയുടെ ഭാഗത്താണോ, പൊന്നൂസിൻ്റെ ഭാഗത്താണോ, സുജീൻ്റെ ഭാഗത്താണോ, അല്ലെങ്കിൽ പെങ്ങളുടെ ഭാഗത്താണോ തെറ്റ്, അമ്മയുടെ ഭാഗത്താണോ തെറ്റെന്നൊന്നും പറയണമെങ്കിൽ അളിയൻ്റെ ഭാഗത്താണോ തെറ്റും പറഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ പറയുക, പെങ്ങളാണ് കാരണക്കാരി, അല്ലെങ്കിൽ ഭാര്യയാണ് കാരണക്കാരി, അല്ലെങ്കിൽ ഭർത്താവാണ് കാരണക്കാരൻ, അങ്ങനെയൊക്കെ ഒരു സംഭവം. അതിലൊന്നും കാര്യമില്ല കേസ്. ഇപ്പോൾ രണ്ട് മെച്ചുവേർഡായ ആളുകൾ അവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നു, കല്യാണം കഴിച്ച് ജീവിക്കുന്നു, അവർക്കത് സെറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് വലിയ വയലൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, അവർ പരസ്പരം സംസാരിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേറെ ആയിട്ട് അവനവൻ്റെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ എന്തായാലും സുജിനും പൊന്നൂസും എല്ലാവിധ ആശംസകളും കൈസേ. അവരുടെ ലൈഫിന് ഒരുപാട് കാലം അവർ മുന്നോട്ട് പോകാണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എന്തായാലും സുജിൻ അതുപോലെ പൊന്നൂസ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ചെറുപ്പളശ്ശേരി, ഞാൻ പാലക്കാട്ടുകാരനാണ്, അപ്പോൾ ഈ ചെറുപ്പളശ്ശേരി പാലക്കാട് ജില്ലയിലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേര് ഡിവോഴ്സ്ഡ് ആവുന്നതിനുള്ള ചെറിയ സങ്കടമുണ്ട് കേസ്. അതിപ്പോൾ ഏത് സ്ഥലത്തുള്ള ആളായാലും ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതാകുമ്പോൾ ഉള്ള ഒരു വിഷയം ഉണ്ടല്ലോ. കാരണം നമ്മളൊക്കെ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് കത്തിക്കയറി നിന്നിരുന്ന ആളുകളാണ് സുജിൻ, പൊന്നൂസ്, മല്ലു ഫാമിലിയൊക്കെ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഓരോരുത്തരും ആ കൊറോണ സമയത്തും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഹിറ്റായ ആളുകളൊക്കെ പലരും യൂട്യൂബ് ചാനൽ നിർത്തി, പലരും സ്പ്ലിറ്റായി, അങ്ങനെ പലരും വേറെ വഴിക്ക് പോയി. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഗൈസ്. എന്തപ്പോൾ അങ്ങനെ വമ്പ യൂട്യൂബേഴ്സൊന്നും ഇപ്പോൾ അങ്ങനെ മുമ്പത്തെ പോലുള്ളൊരു വൈബിലല്ല പോയോണ്ടിരിക്കുന്നത്. അങ്ങനെ പോയോണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഗ്ലാമികങ്ങ വേറൊരു ലെവലിലാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഗ്ലാമികങ്ങയുടെ കല്യാണമായി അല്ലേ, മറ്റേ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ പോയതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വീഡിയോസ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തം യൂട്യൂബിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ തുരുത്തന്നെ ഇഷ്ടംപോലെ ആളുകൾക്ക് യൂട്യൂബ് ചാനലാണ്, ചെറുതും വലുതായ യൂട്യൂബ് ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു ലെവലിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു കേസ്. ആ കൊറോണ സമയത്ത് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരാണ് അതിലിങ്ങനെ കാര്യമായിട്ട് കയറി വന്നിരുന്നത്. അങ്ങനെ വന്നിരുന്ന ആളുകളിൽ ഒരാളാണ് മല്ലു, ഒരു ടീമാണ് മല്ലു ഫാമിലി എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ ഡിവോഴ്സ്ഡ് ആവുന്നു എന്ന് കേൾക്കുമ്പോഴുള്ള ചെറിയൊരു വിഷമം. എന്തായാലും വേറൊരു കാര്യമുണ്ട്, ഇതുമായി ചേർത്ത് വായിക്കേണ്ട വേറൊരു സംഗതിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനം, എന്തുകൊണ്ടാണ് അവൻ്റെ മൈൻഡ് അങ്ങനെ പോകുന്നത്, നമ്മുടെ കാസർഗോഡുകാരി ചിന്നു പാപ്പുവിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഇങ്ങനെയാണ് കേസ്. അതായത് അവൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ആവേശത്തോടു കൂടി വീഡിയോസൊക്കെ ചെയ്തിട്ട് അവളുടെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത്
ഇതുപോലെ മല്ലു ഫാമിലിയിലും ഒരുപാട് ആളുകളുടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഭയങ്കര ആവേശത്തോട് വീഡിയോസ് ചെയ്യുന്ന പല ആളുകളുടെയും ലൈഫിൽ അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഗൈസ്. ഇപ്പോൾ പലർക്കും ഡിവോഴ്സിൻ്റെ വക്കിലായിരിക്കും, പലർക്കും ഒരു താളം തെറ്റിയ ജീവിതമായിരിക്കും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു സംഗതി. എന്തായാലും ഇപ്പോൾ പലരും എന്താ വെച്ചാൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളോടോ പാർട്ട്ണറോടോ അവരുടേതായ രീതിയിൽ ഒരു പ്രൈവസി കീപ്പ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കൂടുതൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളൊരു സംഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് പോകുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ മല്ലു ഫാമിലി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മല്ലു ഫാമിലി അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ടീംസാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഡിവോഴ്സിനെ കുറിച്ച് അവർ കൂടുതൽ സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മളതിന് തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാണ്ട് ആര് കുറ്റക്കാരൻ ആൾ കാരണം കൊണ്ടാണ് ഡിവോഴ്സ്ഡ് ആവണമെന്ന് പറയണതിലൊന്നും കാര്യമില്ല തോന്നുന്നു ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ഈ വിഷയം മല്ലു ഫാമിലി ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അത്രയുള്ളൂ ഗൈസ്. നമ്മളൊരാളെ കുറ്റക്കാരായിട്ട് കമൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രവണത പലപ്പോഴും കാണലുണ്ട്. ഈ ഡിവോഴ്സൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആ ഇച്ചായും കുഞ്ഞാറ്റ കാര്യമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നു. പലരും ഓരോ ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്ത് അവർ കുറ്റം പറയും, തെറി വിളിക്കുകയും ചെയ്യും. ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ അങ്ങനെ തെറി വിളിയും കുറ്റം പറച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ എല്ലാവർക്കും അവസരം ഉണ്ടാവട്ടെ ഗൈസ്.